പൊതുപ്രവർത്തകരിൽ ഏറ്റവും വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് പന്നിയൻ രവീന്ദ്രൻ. വേറെ രീതിയിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരിലെ ലളിതനാണ് അദ്ദേഹം. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ തെറ്റി കേൾക്കരുത്. രാഷ്ട്രീയക്കാരിലെ ലളിതൻ, വളരെ ലാളിത്യം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. രാഷ്ട്രീയ ഏണിപ്പടികൾ കയറുമ്പോഴും കണ്ണൂരിലെ ഒരു സാധാരണക്കാരനെ പോലെ കൈയും വീശി മുണ്ടുമുടുത്ത് നടക്കാൻ പന്നിയന് ഒരു കുഴപ്പമില്ല. പന്നിയൻ എന്ന് നമ്മൾ വിളിക്കുമ്പോഴും പന്നിയൻ്റെ ഒരു ഭാവമുണ്ട്. ആശയദൃഢതയ്ക്കും ആദർശ ശുദ്ധിക്കുമൊപ്പം നീട്ടി വളർത്തിയ മുടിയാണ് പന്നിയൻ രവീന്ദ്രൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വ്യക്തിമുദ്ര. മുടി വളർത്തിയ നേതാവ്. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷമെന്നാൽ പന്നിയൻ്റെ മുടി നീട്ടി വളർത്തൻ്റെ 50-ാം കൊല്ലം കൂടിയാണ്. ആ കഥ കേൾക്കണ്ടേ? भाइयों और बहनों, राष्ट्रपति जी ने आपातकाल की घोषणा की है. इससे आतंकित होने का कोई कारण नहीं है. आप सभी गहरे और व्यापक षड्यंत्र से अवगत होंगे जो उस समय से रचा जा रहा है. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് CPIയും കോൺഗ്രസും സഖ്യത്തിലായിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസിലൂടെ സഞ്ജയ് ഗാന്ധി പ്രഖ്യാപിച്ച 5 പരിപാടി CPI യുവജന വിദ്യാർത്ഥി സംഘടനകളിലും രോഷാഗ്നി പടർത്തി. കിരാത വാഴ്ചയ്ക്കെതിരെ പ്രതിഷേധങ്ങളാണ് പൊട്ടി. 75 ജൂൺ 25 അന്ന് ഞാൻ AIYFൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. നമ്മൾ പ്രവർത്തകന്മാർ ചെറുപ്പക്കാരിങ്ങനെ പല പരിപാടികൾ നടത്തുകയല്ല. പക്ഷേ പരിപാടികൾക്ക് നിരോധനം ഒന്നും പറ്റില്ല. പത്രങ്ങളിൽ മുഖപ്രസംഗമില്ല, വാർത്തകൾ സെൻസർ ചെയ്ത് വരും, കാര്യങ്ങളൊന്നും നടക്കുന്ന എല്ലാം ഒരു പ്രത്യേക വാഴ്ച. അതാണ് ഏതാണ്ട് ഒരു പോലീസ് രാജിലേക്ക് വന്നു. അപ്പോഴാണ് എൻ്റെ നാടൊരു പോലീസ് SI, അദ്ദേഹം പുലിക്കോടൻ നാരായണൻ. താങ്കൾ കണ്ടാൽ, ആരും കണ്ടാൽ പുലിയെപ്പോലെ ഇരിക്കും അദ്ദേഹം. കപ്പട മീശയാണ്, അജാന ബാഹുവാണ്, കണ്ടാൽ ഞെട്ടിപ്പോവും. അദ്ദേഹം SI ആയിട്ട് വന്നു. ഒരു SI എന്ന് പറഞ്ഞാൽ എന്താണ് ലെവലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൂർ സ്റ്റേഷൻ്റെ ചാർജ് അദ്ദേഹത്തിനാണ്. അദ്ദേഹം അവിടെ വന്നു എന്നറിയിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ. അതിന് അദ്ദേഹം കണ്ട നല്ല മാർഗമാണ് ചെറുപ്പക്കാരെ എങ്ങനെ വിഷമത്തിലാക്കാമെന്നുള്ളത്. ആ വിഷമത്തിൽ അന്ന് ഹിപ്പി എന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെറുപ്പക്കാർ നിശ്ചയത്തിൻ്റെ പ്രസ്ഥാനമായി വന്നതാണ്. ആ പ്രസ്ഥാനമാണ് ഹിപ്പി എന്ന പേര് അറിയപ്പെട്ടത്. ഇവിടെ വന്നപ്പം അതൊരു ഫാഷനായി. ചെറുപ്പക്കാർ മുടി നീട്ടി വളർത്തി ഒരു ഫാഷനായി നമ്മുടെ നാട്ടിൽ നടക്കുക. ആ ഘട്ടത്തിലാണ് ഞാനാണെങ്കിൽ ക്രോപ്പ് ചെയ്ത് സാധാരണ പോലെ ഞാൻ ജീവിക്കുക. അപ്പോഴാണ് ചെറുപ്പക്കാരെ പിടിച്ചു കൊണ്ടുപോയി മുടി സെൻറ്ററിൽ നിന്ന് മുടി വെട്ടിക്കുക. നമ്മുടെ സെൻട്രൽ റോഡ് വെട്ടുക എന്നാണ് പറയുക. ഇത് ക്രൂരമായി. അപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ പുലി ഇറങ്ങി എന്നൊരു വലിയ ചർച്ച നാട്ടിൽ മുഴുവനായി. പത്രത്തിലൊന്നും വരില്ല, ഇന്നത്തെ പോലെ മീഡിയയില്ല, മറ്റ് സംവിധാനങ്ങളില്ല. പുലി ഇറങ്ങി. ഈ പുലി എന്ത് ചെയ്യും? ആർക്കും ഒരു വഴിയുമില്ല. പുലിയെ തൊടാൻ ആർക്കും പറ്റില്ല. കാരണം പോലീസ് പുലിയാണ്, സാധാരണ പുലിയല്ല. അപ്പോൾ ആ ഘട്ടം വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്താ മാർഗം? സമരം നടത്തിക്കൂടാ, പ്രകടനം നടത്തിക്കൂടാ, ഒന്നിനും വകയുണ്ടല്ലോ, പൊതുപ്രവർത്തനം ഇല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു വികാരമാണ്, എനിക്കും അതുപോലെ മുടി നീട്ടിയാലോ. അത് മുതൽ ഞാൻ മുടി നീട്ടാൻ തുടങ്ങി. 3 മാസം ആയി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിലായി. ഒരു ദിവസം ഞാൻ കണ്ണൂർ രാവിലെ 11 മണിക്ക് എനിക്ക് ചൊവ്വയിൽ പോകണ ഒരു പരിപാടിക്ക് അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക. ഞാൻ നോക്കുമ്പോൾ കുറച്ച് ആളുകളുണ്ട് അവിടെ. അവരോടൊക്കെ ലോക്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് നിൽക്കുന്നതിനും കുറച്ച് ലിമിറ്റുണ്ട്. ആൾ കൂടിയാൽ പോലീസ് വന്നാൽ അപ്പോൾ അടിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ നിപ്പിൽ ഒരു പോലീസ് ജീപ്പ് വരവാ. ഇദ്ദേഹം വണ്ടി സ്വന്തമായി ഓടിച്ച വരവ്. എന്നെ കണ്ടപ്പം അദ്ദേഹം ഫ്രണ്ടിൽ പോയിട്ട് വണ്ടി ചവിട്ടി നിർത്തി റിവേഴ്സ് എടുത്ത് ഞാനവിടെ നിൽക്കുക. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് കൈ ചൂണ്ടിയിട്ട്, ഈ മുടി ഞാൻ കാണാത്തതുകൊണ്ടല്ല, ഞാൻ ഒഴിവാക്കിയതാണ്. അതെനിക്ക് തീരെ ഇഷ്ടമായില്ല. എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിലാണ് ഞാൻ മുടി വെക്കുന്നത്. അത് ഒരിക്കലും പറ്റില്ല. വരുന്നവരട്ടെ, വേറെയുള്ള കാര്യം.
ഞാനപ്പോൾ തന്നെ ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞ് എനിക്കിനൊരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ മുടി വെട്ടുന്നൊരു പോലീസുകാരനായിരിക്കണം. അതേ രൂക്ഷമായി എന്നെ നോക്കി. ഞാൻ കൂളായിട്ട് അങ്ങോട്ട് നോക്കി. അദ്ദേഹം വണ്ടിയും കൊണ്ടങ്ങ് പോയി, ഒന്നും ചെയ്തില്ല. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തിലെ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും അവനുള്ള സ്വാതന്ത്ര്യവുമെല്ലാം ഇല്ലാതാക്കുന്ന, വരിഞ്ഞു കിട്ടുന്ന ഒരു ക്രൂരമായ ഒരാധിപത്യമായിരുന്നു. ആധിപത്യത്തിൻ്റെ ഓർമ്മയാണ് എൻ്റെ ഈ മുടി. പിന്നീട് ഒരിക്കലേ പന്ന്യൻ മുടി മുറിച്ചിട്ടുള്ളൂ. അത് RCCയിലെ രോഗികൾക്ക് നൽകാനായിരുന്നു. മുടിക്ക് എണ്ണയില്ല, സോപ്പില്ല, ഷാമ്പുവില്ല, മറ്റു പ്രത്യേക പരിചരണങ്ങളുമില്ല. ഈ നീളൻ മുടി ഉണ്ടാക്കിയ പൊല്ലാപ്പുകളും ചെറുതല്ല. ഇപ്പോൾ സിനിമ കാണാൻ പോയിട്ട് ആൾ പെണ്ണാണോ എന്ന് വെച്ചാൽ പിന്നെ ചവിട്ടിയ കേസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നത്. പിന്നെ പാർലമെൻറ്റിൽ ചെന്നപ്പം ഒരു പ്രശ്നം, ഇവിടെ ഇതുപോലൊരാളന്ന് ഞാനേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ വെബിൽ ആദ്യം കണ്ടത് എന്നെ ഫീമെയിലിൽ പെടുത്തിയിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടും വരാവുന്നതാണ്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിലെ തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇടതുമുന്നണി ചുമതലപ്പെടുത്തിയ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു പന്ന്യൻ രവീന്ദ്രൻ. TJ ചന്ദ്രചൂഡനും K കൃഷ്ണൻകുട്ടിയും കമ്മീഷൻ അംഗങ്ങളും. അന്വേഷണത്തിൻ്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ നമ്മളിങ്ങനെ പകൽ മുഴുവൻ അന്വേഷണം നടത്തി. രാത്രിയാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയിട്ട് നമ്മൾ 3 പേരും കൂടി ഒരു ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അന്നൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ പിടിച്ച് മഴ കുറച്ച് ശക്തമായി. അപ്പോൾ ഓട്ടോറിക്ഷയുടെ സൈഡിലെ പാളി മുഴുവൻ ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നിരിക്കുന്നത് ചന്ദ്രചൂഡൻ, ഞാൻ, കൃഷ്ണൻകുട്ടി. നമ്മൾ വണ്ടി പോകുമ്പോൾ പിന്നാലെ നല്ല ഹോണടിച്ചൊരു വണ്ടി വരിക. ആ വണ്ടി ഹോണടിച്ച് ഓവർടേക്ക് ചെയ്ത് നിർത്തി. പോലീസുകാരിങ്ങനെ വളഞ്ഞ് പാളി പൊക്കി നോക്കുമ്പോൾ നമ്മൾ 3 പേര് സോറി പറഞ്ഞു പോയി. കാരണം എന്താ, അവർ ധരിച്ചിരുന്നത് 2 പേര് കൂടി ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന. കാരണം ബാക്കിലെ മുടിയല്ലേ കാണുന്നത്. പിന്നീട് ഈ മുടിയായി പന്ന്യൻ രവീന്ദ്രന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ അടയാളം. ഈ മുടി കൊണ്ട് ഒരു കാര്യമാണ്, പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എന്നെ എല്ലാവരും വാച്ച് ചെയ്യാൻ ഈ മുടി കാരണമാണ്. ഞാൻ എവിടെ ചെന്നാലും ഏത് കാട്ടിൽ ചെന്നാലും ആളുകളറിയും ഞാൻ വന്നിട്ടുണ്ടെന്ന്. അതൊരു വലിയ കാര്യമാണ്. തെറ്റായ വഴിയിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് മുന്നറിയിപ്പാണ് ഈ മുടി. ഈ മുടി എനിക്കൊരു കവചമാണ്, ഒരാശ്വാസമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ പ്രവർത്തനത്തിന് എപ്പോഴും അതൊരു സഹായകമാണ്. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.